ഒരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയും നല്ല അരികൊക്കെ മൊരിഞ്ഞ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. റാഗി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള റാഗി അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി പൊടിയോ എടുക്കാം. 1 കപ്പ് റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇടുന്ന പച്ചരിയില്ലേ, അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കണം. കുറേ തവണ കഴുകണം, കാരണം റാഗിയിൽ കുറേ അഴുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് കുറേ തവണ കഴുകി നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ ക്ലിയർ ആവുന്നവരെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റാണ് വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് വരാം. വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ അവിൽ കുതിർത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ തേങ്ങയാണ്. തേങ്ങ ചിരവ് ഇതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒരു തവിയിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1.5 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഒരുപാടൊന്നും പൊങ്ങിയിട്ടില്ല, എന്നാലും ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഒരു തവി മാവൊഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല സൈഡൊക്കെ നല്ല മൊരിഞ്ഞ പാലപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം നല്ല ടേസ്റ്റിയും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും. റാഗി ഇഷ്ടമല്ലാത്തവർ പോലും ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയാൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.